ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഒരു മഹത്തായ കഥ കൂടി കേൾക്കാം. നിങ്ങൾ കേട്ടതായിരിക്കാം, എന്നാലും ഒന്നുകൂടി കേൾക്കാം. പ്രജാവത്സലനായിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഒരിക്കൽ ഈ പാണ്ഡ്യരാജാവിൻ്റെ ജാതകം പരിശോധിച്ച ജ്യോതിഷ പണ്ഡിതൻ ഈ രാജാവ് സർപ്പദംശനമേറ്റിട്ട് അധികം താമസിയാതെ മരണം സംഭവിക്കും എന്ന് പ്രവചിക്കേണ്ടായി. അങ്ങനെ ദുഃഖിതനായി മാറിയ രാജാവ് നാമജപവും തീർത്ഥയാത്രകളുമായിട്ട് ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെ ഈ ജ്യോതിഷി പറഞ്ഞ ദിവസം അടുക്കും തോറും രാജാവിന് വലിയ വേവലാതിയായി മാറി. ആഹാരങ്ങളൊന്നും കഴിക്കാതെയായി അദ്ദേഹം. അപ്പോൾ ഗുരുവായൂരിലെത്തി ഭജനമിരുന്നാൽ എത്ര വലിയ ആപത്തിൽ നിന്നും രക്ഷ നേടാമെന്ന് കൊട്ടാരത്തിൽ ആ നിമിഷം വന്നൊരു സന്യാസി പറഞ്ഞു. അതനുസരിച്ച് രാജാവ് ഗുരുവായൂരപ്പൻ്റെ മുൻപിലെത്തി ശരണാഗതി ചെയ്ത് ഭജനമിരുന്നു. രാജാവിന് ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ എത്തിയത് മുതൽ എന്തെന്നില്ലാത്ത ശാന്തിയും ഒരു സമാധാനവും എല്ലാം കൈവന്നു കേട്ടോ. ഒരു പൂജയും വിടാതെ തൊഴുതു അദ്ദേഹം. നാമജപവും പുരാണ പാരായണവുമായി ദിവസങ്ങൾ കടന്നു പോയത് അറിഞ്ഞില്ല. അങ്ങനെ പ്രവചന സമയവും കഴിഞ്ഞു. രാജാവിനൊന്നും സംഭവിച്ചില്ല. ഒരാപത്തും കൂടാതെ രാജാവ് സന്തോഷത്തോടു കൂടിയിട്ട് സ്വദേശത്ത് തിരിച്ചെത്തി. ജ്യോതിഷ പണ്ഡിതനെ വിളിച്ചു വരുത്തി. രാജാവിനെ ജീവനോടെ കണ്ടപ്പോൾ ഈ പണ്ഡിതൻ അത്ഭുതപ്പെട്ടു പോയി. തൻ്റെ ജ്യോതിഷം സത്യമാണെന്നും തൻ്റെ പ്രവചനം തെറ്റില്ല എന്നും ജ്യോതിഷ പണ്ഡിതൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു രാജാവിനോട്. എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തുവെന്നോ രാജാവിൻ്റെ ദേഹം അദ്ദേഹം പരിശോധിച്ചു. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ വലതുകാലിൽ സർപ്പദംശനമേറ്റ അടയാളം കണ്ടു. സർപ്പദംശനമേറ്റ സമയത്ത് രാജാവ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലായതിനാൽ ആ വിഷം അദ്ദേഹത്തെ ബാധിക്കാതെ പോയി. പിന്നീട് സന്തോഷസൂചകമായിട്ട് ഈ പാണ്ഡ്യരാജാവ് എന്തു ചെയ്തു? ഭഗവാന്റെ ആ ക്ഷേത്രസന്നിധി പുനർനിർമ്മിച്ചു നൽകി എന്നാണ് പറയുന്നത്. തന്നേക്കാൾ തൻ്റെ ഭക്തന്മാരുടെ ആ ഒരു മഹത്വം കേൾക്കുവാൻ കൊതിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പൊന്നു ഗുരുവായൂരപ്പൻ സദാ തിരുനാമങ്ങൾ നിറഞ്ഞ ഇഷ്ടത്തോടു കൂടിയിട്ട് ഉരുവിടുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം.